പാതിരാത്രി 11 മണിക്ക് മഴയത്ത് ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് പോവല്ല. വീട്ടിലെ സഹവാസം കുറച്ച് നേരത്തേക്ക് മടുത്തോണ്ട് ഞാൻ വേറെ ഒരിടത്തോട്ട് ഷിഫ്റ്റ് ആവാൻ പോവാട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് അവരവിടെ കിടന്നാലേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ടാസ്ക്കുള്ള പരിപാടി എനിക്ക് ഈ വെയിൻ കിട്ടാത്തതാട്ടോ. കാരണം ഈ മരുന്നൊക്കെ കയറ്റണമെങ്കിൽ ഒരു സംഭവം കുത്തിയിടുമല്ലോ. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വെയിൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് തപ്പിപ്പിടിച്ച് ഒരു വെയിൻ കിട്ടി ഇടുമ്പോഴത്തേക്കിനും അതിലൂടെ മരുന്ന് കയറ്റുമ്പോൾ അത് ബൾജാവും. പിന്നെ അത് ഊരി പിന്നെ അടുത്തടുത്ത് കുത്തി പിന്നെ അത് നന്നായിട്ട് ബൾജായിട്ട് ഇതാണ്ട് ഈ അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ എന്തൊരു ഒരു മരുന്നൊക്കെ കൊണ്ടിട്ട് അത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. കുറച്ച് വേദന ഉണ്ട് കേട്ടോ. അപ്പം പിന്നെയും അടുത്തടുത്ത് കുത്തിയാണ് പിന്നെ ഒരു വെയിൻ കിട്ടിയത്. ഈ ഹോസ്പിറ്റലിൽ വന്ന് പേഷ്യൻ്റായിട്ട് കിടക്കുന്നതിലും ഭേദം ഈ ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് വലിയ പണിയൊന്നുമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ട്രിപ്പുകളും മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാത്ത മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായിട്ട് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം എല്ലാവരും കുടിക്കണം ഗൈസ്. മഴയാണെന്ന് പറഞ്ഞ് കുടിക്കാതിരിക്കരുത്. ഹോസ്പിറ്റൽ വാസം അത്ര സുഖകരമായ കാര്യമല്ല ഗൈസ്. ഇതിപ്പോൾ ഞാനാണോ പേഷ്യൻ്റ്, ഇവരാണോ പേഷ്യൻ്റ്?